അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പുണ്യത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നോമ്പുകളും ഇബാദത്തുകളും സാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണ നോമ്പ് സമയത്ത് എല്ലാവർക്കും ഉണ്ടാകാറുള്ള ഒരു പ്രധാന സംശയമാണ് ദാമ്പത്യ ജീവിതത്തിലെ ചില കാര്യങ്ങൾ. നോമ്പുകാരനായിരിക്കെ ദമ്പതികൾ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പലരും വിചാരിക്കുന്നത് നോമ്പ് നോറ്റാൽ പിന്നെ തൻ്റെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ശരിക്കും നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യയെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതോ ചുംബിക്കുന്നതോ കൊണ്ട് മാത്രം നോമ്പ് മുറിയില്ല എന്ന് നാം തിരിച്ചറിയണം. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, അവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റിലേക്ക് നയിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ, പകൽ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണല്ലോ നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഓർക്കുക, പകൽ സമയത്ത് നമ്മൾ ബോധപൂർവം അതിർവരമ്പുകൾ ലംഘിച്ചാൽ അതിന് കഠിനമായ ഒരു പരിഹാരം നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഒരു നോമ്പിന് പകരമായി തുടർച്ചയായി 60 നോമ്പ് നോൽക്കേണ്ടി വരും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അത് എത്ര പ്രയാസകരമായ കാര്യമാണെന്ന്. രാത്രി സമയങ്ങളിൽ അല്ലാഹു നമുക്ക് ഇതിനെല്ലാം അനുവാദം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പകൽ സമയം പരമാവധി പടച്ചവനെ ഓർക്കാനും ഖുർആൻ ഓതാനും മറ്റു സിക്കറുകൾ ചൊല്ലാനും നമുക്ക് മാറ്റിവെക്കാം. സൂക്ഷ്മതയോടെയും സ്നേഹത്തോടെയും ഈ റമദാനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.